വിഷാദത്തിന്റെ വിസ്മയം, പ്രദോഷ സന്ധ്യയുടെ പ്രചണ്ഡ താണ്ടോ എന്ന് പറയുമ്പോ വാ വെച്ചു പോകുന്നോ മനസ്സിലായോ? മോനെ നിങ്ങളെ കാര്യമൊക്കെ അതിഗംഭീരമായിരിക്കും. പക്ഷേ അതിഗംഭീരത്താൽ ദുർഗ്രഹവും അജാലവും ആകുന്നല്ലോ നമ്മുടെ ലീലാതിലകത്തിൽ പോലും പറയുന്നത്. ലീലാതിലകം ഇനി വായിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ സെൻസ് എന്ന് പറയുന്നത് ബാഹ്യ സൗന്ദര്യത്തിലല്ല, ആന്തരിക സൗന്ദര്യത്തിലാണ് വ്യക്തീകരിക്കുന്നത്. അതാണ് ആദ്യ കണക്കേക്കുളം ഇതിന് പകരം അപ്പം തോന്നിയ കല പറയുന്നത് എന്ന് പറയാൻ കഴിയുന്നത് ശരിയാണ്. പക്ഷേ അതാണ് സ്വാതന്ത്ര്യം. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അയ്യോ, ഞാൻ കുടിക്കാനൊന്നും എടുത്തില്ലല്ലേ ഇപ്പൊ
ഒരു പ്രത്യേക കാര്യം പറയാം. എന്താണ് സാറിനോടല്ലാണ്ട് മറ്റൊരാളോട് എനിക്ക് പറയാനാവില്ല. എന്താ സംഗതി? സാറിന്റെ ഉപദേശം ഞങ്ങളെ രക്ഷിക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. വിശ്വാസമല്ല സാർ, സാറിനെ കൊണ്ടേ രക്ഷിക്കാൻ പറ്റും. വളരെ എന്താ കാര്യം പറയൂ. ഈ ഇരിക്കുന്ന ഗോപൻ ഞാൻ ഒരുമിച്ച് അടുത്ത് വളർന്നതാണ്. അടുത്തടുത്ത് വീട്ടിൽ നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ പിണങ്ങിയിട്ടുമില്ല, പിരിഞ്ഞിട്ടുമില്ല. സ്കൂളിലും കോളേജിലും ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് പഠിക്കുന്നു, ഒരുമിച്ച് താമസിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യവുമില്ല. പിന്നെ കുറുതുണി പോലും ഞങ്ങൾ മാറി മാറിയാണ് പോകുന്നത്. അന്തർധാരയുടെ കാര്യത്തിൽ നിങ്ങൾ ഒഴിവാക്കണം. അത് ഡോക്ടേഴ്സ് പോയി അറിയാം. അതെ, ഈ ജീവിതം തന്നെ എനിക്ക് പലപ്പോഴും ഒരു കളിയാണ്. എന്നെ എങ്ങനെ കളിക്കാൻ പഠിപ്പിച്ചതും ഈ ജീവിതം തന്നെ. വ്യക്തതാബോധം, സർവനാശബോധം, വിശ്വാസലോകം, നശീകരണ പ്രവണത ഇതൊന്നും എന്നെ ഇതുവരെ ബാധിച്ചിട്ടില്ല. സാർ, ഇത് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു. അതെ, ആ പെൺകുട്ടിക്ക് കാര്യമാണ്. ഓ, അവർ പ്രണയിക്കുന്നുണ്ടോ? ആരെ? What do you mean? Then it is not love, it is love for attraction. അല്ല സാർ, ജീവനെ പോലെ എന്നെ സ്നേഹിക്കുന്നു അവൾ പറഞ്ഞതാണ്. ഓ, ഗോപനാണോ എന്നോട് പറഞ്ഞത്? Good gracious. അതെ, ആരായിരിക്കും? ഞാൻ ക്ലാസ്മേറ്റാണ്. രമ. രമ? ആ ക്യാൻറ്റീനിന്റെ എൻട്രൻസിന്റെ അടുത്തുള്ള സീറ്റിൽ തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഇരിക്കുന്ന രമ? വൈകുന്നേര സമയങ്ങളിൽ ചായയിൽ പഴംപൊരി മുക്കി തിരിച്ചു. നിങ്ങളുടെ ഈ പ്രേമത്തിൽ എനിക്ക് യാതൊരു അത്ഭുതങ്ങളും സൗന്ദര്യം വർദ്ധിക്കുന്നത് കൂടുതൽ ജനകീയമാകുമല്ലേ? പക്ഷേ എന്റെ ബലമായ സംശയം, കോളേജിലെ 90% വിദ്യാർത്ഥികളും രമയിൽ ജനിക്കുന്നു എന്നുള്ളതാണ്. മനോരമയാവും മനോരമ അതെ, ഈ രമ മറ്റാരെങ്കിലും പറയുന്നു. ഒരു ദിവസം രണ്ടുപേരോട് സത്യം ചെയ്ത് രമിക്കും, മൂന്നാമത്തെ ആളോട് സത്യം ചെയ്തുകൂടെ? ആണോ? ഓക്കെ, എന്നാൽ എന്റെ അഭിപ്രായം നിങ്ങൾ രണ്ടുപേരും ആ പ്രേമഭാചനത്തോടൊത്ത് സുഖമായി ജീവിക്കണം എന്നാണ്. എന്താ? കളിയിലും സാഹിത്യത്തിലും സാമൂഹ്യ ബന്ധങ്ങളിലും നിലവിലുള്ള എല്ലാ നിയമങ്ങളും തട്ടിത്തെറിക്കും. ഈ ചെറിയ വിഷയത്തിൽ എന്താണ് പ്രശ്നം? എന്തെങ്കിലും കലാപരമായ മാത്രമല്ല, വൈകാരികപരമായി നിങ്ങൾ അഭിമുഖമാണ്. അതിനൊരു സംഭവം നേടിയേക്കാം. അതാരംഭിക്കുന്നത് നിങ്ങളെപ്പോലെ യുവാക്കളിൽ നിന്ന്. Go ahead, uncritically. അഭിപ്രായത്തോട് യുക്തിപരമായി യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും മനസാക്ഷി എന്ത് മനസ്സിലാക്കാവോ? നിങ്ങൾ ഗവൺമെന്റ് അംഗീകരിക്കാൻ, പക്ഷെ നിയമം അനുസരിക്കുന്നവരല്ല, നിയമം സൃഷ്ടിക്കുന്നവരാണ് യഥാർത്ഥ ജീനിയസ്. മാനവ ചരിത്രത്തിൽ പ്രോമിസ്ക്യൂറ്റി, ഇൻസെസ്റ്റ്, പോളിഗമി, പോളിയാൻഡ്രി എന്ന നിരവധി ആചാരങ്ങൾ നിയമമായി നിലനിന്നിരുന്നു.
എങ്കിലും സാർ ഒരു സംശയം ആശയം സന്തോഷം അല്ലേ നിങ്ങളൊക്കെ ജനറൽ ഡയറിയെ എതിർക്കണം. അതുവഴി നിങ്ങൾ ഫ്രീഡം എന്ന സുന്ദരമായ ആശയം അതിനെ പ്രൊമോട്ട് ചെയ്യണം. മനസ്സിലായോ? ഞങ്ങളെ അനുകരിച്ചാണ് ഒരിക്കലും ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ബൂർഷ്വായോ പിന്തിരിപ്പൻ പ്രതിവിപ്ലവകാരിയൊന്നും അല്ല. മനസ്സിലാവുന്നുണ്ടോ? അതെ, ഈ രമയെ കൂടാതെ നിങ്ങൾ മറ്റാരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാൻ നിരവധി പേരെ പ്രേമിച്ചിട്ടുണ്ട്. എന്റെ 14-ാമത്തെ വയസ്സിൽ വേണു വെരി ഇമ്പോർട്ടൻറ്റ് പഠിപ്പിക്കുവാൻ എന്റെ 14-ാമത്തെ വയസ്സ് ഞാൻ ആദ്യം പ്രണയിച്ചത് സീതയെയാണ്. പിന്നീട് ഈയിടെ ഞാൻ മത്സ്യകന്യകയോ യക്ഷിയോ മലമ്പുഴയോ ചാരപ്പണിക്കുന്നവരും ധരിച്ചിട്ടുണ്ട്. സജീവണം തലതിരിക്കാൻ സമയമില്ല. മനസ്സിലായോ? പ്രേമത്തിന് ഇതാണ് ഭൂമി. അതിന്റെ ആയുസ് 1 നിമിഷം മാത്രമേ കാണൂ. നമ്മൾ കാണുന്ന ഈ ലോകത്തെ മിക്ക വളരെ ഭർത്താക്കന്മാരും 90% പേരും തുടർച്ചയായി പ്രേമിക്കുകയല്ല, തുടർച്ചയായി സഹിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് ഈ രമ ഇതിനൊക്കെ സഹകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ രണ്ടുപേരും സഹകരിക്കുമെങ്കിൽ നമുക്കിത് കൂട്ടായ ചർച്ചയോടുകൂടി ഇവിടെ വെച്ച് തന്നെ അത് പരിഹരിക്കാം. എന്ത് പറയുന്നു? രമ ഹോസ്പിറ്റലാണ്. ഓക്കെ. ഹലോ, ഫാത്തിമ ലേഡീസ് ഹോസ്റ്റലല്ലേ? ഞാൻ പ്രൊഫസറാണ്. ഗോപാലകൃഷ്ണൻ. രമയില്ല. ഓക്കെ. ഹലോ, സംസാരിക്കാം. രമയെക്കുറിച്ചായിരുന്നു. ഞങ്ങളെല്ലാം ഇത് പെട്ടെന്ന് കാണുമ്പോൾ രമയ്ക്ക് സംശയം അല്ലേ? എന്നാൽ ഒട്ടും സംശയിക്കണം. ഗോപനം കേൾക്കുന്നത് അമേരിക്കുന്നത് തികച്ചും ജീവൻ സ്പർശിയും അതിപ്രധാനമായ ഒരു കാര്യം പറയാം. ഗോപനം വേണമെന്ന് പറഞ്ഞ കഥയെ രമയാണ് പ്രധാന കഥാപാത്രം. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഇവരെന്നെ ഞാനിവിടെ പ്രൊഫസറാണെങ്കിൽ ഇവരെന്നെ ഒരു സുഹൃത്തായിട്ടാണ്. നിങ്ങളുടെ എല്ലാം ഈ സ്നേഹം എനിക്ക് എന്ത് കാര്യമാണ്? രമയും എന്നെ ഒരു സുഹൃത്തായിട്ട് കരുതുന്നു ഞാൻ വിശ്വസിക്കുന്നു.
അത് അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സർ. അവരിപ്പോഴേ പറഞ്ഞു കഴിഞ്ഞല്ലോ, രമയില്ലാതെ അവർക്ക് ജീവിക്കാൻ പോലും കഴിയുന്നില്ലെന്നാണ് അവർ പറയുന്നത്. എനിക്കത് പറയാൻ വിഷമമുണ്ട് സർ. ഗോപൻ പറഞ്ഞല്ലോ, ഇന്നലെ രമ ഗോപന്റെ കയ്യിൽ പിടിച്ച് സത്യം ചെയ്തെന്ന്. എന്താ രമേൻ ഉണ്ടാക്കാൻ? വേണു പറഞ്ഞു രമ ഇന്നലെ വേണുവിന്റെ കയ്യിൽ പിടിച്ച് സത്യം ചെയ്തെന്ന് അല്ലേ? അപ്പൊ പരിഗണിക്കൊന്നും വേണ്ട. ഇത് സൈക്കോളജിക്കൽ പ്രശ്നമായി കരുതിയാൽ എന്താണ് ശ്രീകൃഷ്ണൻ പോലും പറയുന്നത്. നമുക്കറിയാം, ശ്രീകൃഷ്ണൻ ഒരു വലിയ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാനിപ്പോ പറയുന്നത് വേണുവും ഗോവനും തന്നെ സ്നേഹിക്കുന്നു, രമയെ അവരെ തിരിച്ചും സ്നേഹിക്കുന്നു. അതിനിപ്പോ എന്താ ഞാൻ ഈ രണ്ടു പേരുടെ രക്ഷിക്കു പറഞ്ഞിട്ടില്ല സർ. കൃഷ്ണന് ഇഷ്ടമുണ്ടില്ലേ അവന്റെ ഒരു കഥയും കവിതയും കഞ്ചാവും വലിച്ച് കള്ളും ചിരിക്കുക. സർ എങ്ങനെ നിൽക്കാൻ പറ്റാ? ഞാൻ പോകും. എന്ത് പറഞ്ഞു? അത് ഒരു ദുർബലത്തിൽ പറഞ്ഞതാ. പിന്നല്ലാതെ അപ്പൊ എന്നോടോ? അത് ശല്യപ്പെടുവാൻ വേണ്ടി പറഞ്ഞു. ശല്യപ്രയോഗം. പിന്നല്ലാതെ കാര്യമായിട്ടാണ് കരുതിയോ? പിന്നെ രണ്ടുപേരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എനിക്കറിയായിരുന്നു. പക്ഷേ ഈ നാണകെട്ട കാര്യം സാറിനോട് പറയുന്നത് എനിക്കറിയില്ലായിരുന്നു. ആട്ടെ, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഭാര്യ എനിക്കിപ്പോ അറിയാം. ഇവിടെ വെച്ച് സാറിന്റെ മുമ്പിൽ വെച്ച് ഞാൻ വിളിക്കുന്ന ടൈം ടേബിൾ അനുസരിച്ച് ഞാൻ വിളിക്കുന്ന സമയത്ത് വരണം. എന്താ? ഇതൊക്കെ പറയാനാണ് സർ. കൂടുതൽ ഞാൻ ചോദിക്കുന്നത്. നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? കഴുതൽ. സർ ഏതായാലും ഇവിടെ നടന്ന കാര്യം ഓർത്തായാലും എനിക്കൊരു അന്തസ്സുണ്ട് സർ. സാറിനെ വിശ്വസിക്കും. പക്ഷേ ഇവര് that man is going to be a professional success. നിങ്ങളതായാലും ഇവിടെ തന്നെ വന്നത് വളരെ നന്നായി. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം കൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു മഹത്തായ സന്ദർഭമാണ്. മഹത്തായ സന്ദർഭങ്ങൾ മടയനെ പോലും മഹത്വത്തിലേക്ക് ഉയർത്തുന്നാണല്ലോ പറയുന്നത്. എനിക്കറിയാം, നിങ്ങൾ രണ്ടുപേരും ഒരു കാവ്യാത്മകമായ ഒരു പ്രണയം അതിനെ ആരാധിക്കുകയാണ്. പക്ഷെ അവൾ ഒരു പുരുഷന്റെ സാന്നിധ്യം ആഗ്രഹിക്കുക മാത്രമാണ് ചെയ്തത്. നിങ്ങൾ തികഞ്ഞ പരാജയമാണെന്ന് അവൾ ബോധ്യപ്പെട്ടത്. ഇനി ഏതായാലും നിങ്ങൾ നിങ്ങളെ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യും. പിന്നെ കറക്റ്റായിട്ടുള്ള ചികിത്സ എങ്ങനെ ചെയ്യണം അത് പഠിക്കണം. ഇത് നിങ്ങളുടെ ഭാഗമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രൊഫഷണൽ. ഓക്കെ, സോറി പിള്ളേ മംഗളായിരുന്നു.